ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദുഃഖവെള്ളിയല്ല, സമവായ വെള്ളി. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ പീഡാനുഭവം രംഗം ഈ 4 സുവിശേഷങ്ങളിലും അത് 2 അധ്യായങ്ങളായിട്ടുണ്ട്. മർക്കോസ്, മത്തായി, ലൂക്ക, യോഹന്നാൻ 2 അധ്യായം. അപ്പോൾ അതിൽ നമ്മൾ ഓരോ വർഷവും ഓരോ സുവിശേഷങ്ങളിൽ പീഡാനുഭവം നമ്മൾ വായിക്കും. ഏത് സുവിശേഷത്തിൽ വായിച്ചാലും നമ്മൾ കാണുന്ന ഒരു എന്താണ് ഈ പീഡാനുഭവം, എന്താണ് ദുഃഖവെള്ളി? 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണത്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. നീ മിശിഹയാണോ? അതാണ് ഈ യഹൂദ വിചാരണയിലെ ചോദ്യം. മിശിഹ എന്ന് പറഞ്ഞാൽ രാജാവിനുള്ള ഒരു ശീർഷകമാണ്. യഹൂദ രാജാവിൻ്റെ ശീർഷകമാണ് മിശിഹ. അപ്പം മിശിഹ രാജാവ് എന്ന് പറയാം. നീ മിശിഹ രാജാവാണോ? അതെ, ഞാൻ മിശിഹ രാജാവാണ്. മനുഷ്യപുത്ര വാനമേഖൽ വരുന്നതും ദൈവത്തിൻ്റെ വലത്തുവശത്ത് ഇരിക്കും നിങ്ങൾ കാണും. അപ്പോഴാണ് ഇല്ലേ വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ട് എന്താവശ്യം എന്ന് പറഞ്ഞിട്ട് മരണശിക്ഷ വിധിക്കുന്നത്. പക്ഷേ ഈ കുറ്റാരോപണം ഈ വിജാതീയനായ പീലാത്തോസിന് മുമ്പിൽ, റോമക്കാരൻ പീലാത്തോസിന് മുമ്പിൽ വിലപ്പോകില്ല. ഇതൊരു മതപരമായ അവകാശവാദമല്ലേ എന്ന് അയാൾ കരുതും. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അവർ സംഗതി ഒന്ന് മാറ്റി. ഇവൻ സീസറിനെതിരെയുള്ള ഒരു കലാപകാരിയാണ്, താൻ രാജാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദേവാലയം നശിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, സീസറിന് പകരക്കാരനായിട്ടുള്ള രാജാവായിട്ടാണ്. അപ്പോൾ പീലാത്തോസ് ഈശോയോട് ചോദിക്കുകയാണ്, നീ രാജാവാണോ? കർത്താവ് പറഞ്ഞു, ഞാൻ രാജാവാണ്. പക്ഷെ എൻ്റെ രാജ്യം ഇഹലോകത്തല്ല, ഐഹികമല്ല. ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നതാണ്. സത്യത്തിൽ നിന്നുള്ളവരാണ് എൻ്റെ രാജ്യത്തെ മനസ്സിലാക്കുക. എൻ്റേത് സത്യത്തിൻ്റെ രാജ്യമാണ്. പിന്നെ നിങ്ങൾ കാണുന്ന എല്ലാം ഇതാണ്. ഈ പീലാത്തോസ്, ലൗകിക സാമ്രാജ്യത്തിൻ്റെ വക്താവായ പീലാത്തോസും ഈ സത്യത്തിൻ്റെ രാജ്യത്തിൻ്റെ വക്താവായ അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന ഈശോ മിശിഹായും തമ്മിൽ സംഘർഷം. ഇതിനിടയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ വേറെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് ഇന്നത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുക. ഈശോ മിശിഹ ഈ യോസഫ് കയ്യഫാസുമായിട്ട് ഒരു സമവായത്തിന് തയ്യാറായിരുന്നെങ്കിൽ, അതായത് ലാസറിനെ ഉയർപ്പിച്ചു കർത്താവ്, അപ്പോഴാണ് ആളുകൾ മുഴുവൻ കർത്താവിൻ്റെ പിന്നാലെ പോയി. എല്ലാവരും കർത്താവിൻ്റെ പിന്നാലെ പോയി നമുക്ക് പ്രശ്നമാകുമല്ലോ എന്ന് സാൻഗഠൻ സംഘത്തിലെ ചർച്ച വന്നപ്പോൾ യോസഫ് കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുത്തനെ കൊന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുത്തനെ കൊല്ലുക. ആ ഒരുത്തനെ നാമൻ ഉദ്ദേശിച്ചത് ഈശോ മിശിഹയാണ്. ഇത് കേട്ടപ്പോൾ ഈശോ മിശിഹായ്ക്ക് വേണമെങ്കിൽ ജോസഫ് കയ്യഫാസിനും വിളിച്ചിട്ട് കൊണ്ടുപോയി ഈ എവിടെയെങ്കിലും ഒരു ചർച്ച നടത്താമായിരുന്നില്ലേ? ഈ വിമത വൈദികരുമായിട്ട് ചർച്ച നടത്തുന്ന പോലെ ഒരു സമവായം. യോസഫ് കയ്യഫാസുമായി ഈശോ മിശിഹ ഒരു സമവായത്തിന് തയ്യാറായിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും ഈ ജോസഫ് കയ്യഫാസ് പോലെ ജീവിക്കുന്ന വിമത വൈദികരുമായി ചർച്ചയ്ക്ക് പോയതുപോലെ ഈശോ മിശിഹ ചർച്ചയ്ക്ക് പോയിരുന്നെങ്കിൽ ഈ ദുഃഖവെള്ളി ഉണ്ടാകുമായിരുന്നോ? കർത്താവിന് ഇതുപോലെ മരിക്കേണ്ടി വരുമായിരുന്നോ? നീ എന്നെ കൊല്ലാതിരിക്കുക, ഞാൻ എന്ത് ചെയ്യണം? ഒരു സമവായം. അല്ലെങ്കിൽ ഈ പീലാത്തോസ് ഹെറോദസുമാരെ പോലെയുള്ള അൽമായ മുന്നേറ്റക്കാരുമായി ഹോട്ടൽ മുറിയിൽ ചർച്ചയ്ക്ക് പോയതുപോലെ പീലാത്തോസും ഹെറോദസുമായിട്ട് ഒരു സമവായത്തിന് ഈശോ മിശിഹ തയ്യാറായിരുന്നെങ്കിൽ ഒരു ദുഃഖവെള്ളി ഉണ്ടാകുമായിരുന്നോ? ദുഃഖവെള്ളി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈശോ തൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല. ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്, സത്യത്തിന് സാക്ഷ്യം വഹിച്ചേ പറ്റൂ. അപ്പം എന്താണ് ഈ സത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്? സത്യത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിന് ശക്തിയുള്ളത്. ഈ ദൈവരാജ്യത്തെ കർത്താവ് ഉപമിച്ചത് നോക്കുക, ഒരു കടുകുമണി. പക്ഷെ കടുകുമണിക്കൊരു ചെറിയ ഒരു ധാന്യമണിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. അതിന് അനുകൂലമായ സാഹചര്യം വന്നാൽ അത് ചെടിയായിട്ട് വളരും. ഈ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. കാരണം എന്താണ്? അത് സത്യമാണ്. സത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വാളും വടിവാളും ഭീഷണിയും അതൊന്നും വേണ്ട, അക്രമം വേണ്ട. സത്യത്തിനുള്ളിൽ അത് ജീവനുള്ളതായതുകൊണ്ട് ശക്തിയുണ്ട്. അത് സന്ദർഭം വരുമ്പോൾ അത് വിജയിക്കും. സത്യത്തിൻ്റെ ശക്തി അതിനുള്ളിൽ തന്നെയാണ്. ഈ എന്നോട് പലരും ചോദിക്കാറുണ്ട്, അച്ഛൻ എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടുന്നത്? എനിക്ക് ധൈര്യം കിട്ടുന്ന ഒരേ ഒരു സംഗതി കൊണ്ടാണ്. ഞാൻ പറയുന്നത് സത്യമാണെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്ക് മറ്റാരെയും പേടിക്കേണ്ട ആവശ്യമില്ലാത്തതിന് കാരണം ഞാൻ സത്യമാണ് പറയുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്.
ആ സത്യമനുസരിച്ച് മുഴുവൻ ജീവിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാവരെയും പോലെ പാപികളാണ്, അല്ലെങ്കിൽ അവരെക്കാൾ പാപിയാണ് ഞാൻ. എങ്കിലും സത്യമാണ് ഞാൻ പറയുന്നത്, സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്, അതിൽ വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഇതിൻ്റെ കരുത്തെന്ന് പറഞ്ഞത് മാണിപ്പറമ്പച്ചൻ്റെ കരുത്തല്ല ഇത്. സത്യത്തിന് വേണ്ടിയാണ്, സത്യമാണ് ഞാൻ പറയുന്നത്, സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ആ കരുത്താണ് എനിക്കുള്ളത്. അതാണ് കർത്താവിൻ്റെ കരുത്തായിരുന്നത്. ഞാൻ കർത്താവുമായിട്ട് സമീകരിച്ച് പറയല്ല, പക്ഷെ കർത്താവിൻ്റെ പുരോഹിത നിലയ്ക്ക് എനിക്കത് പറയേണ്ടതുണ്ട്. നമ്മൾ വിശുദ്ധരായിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ കഴിയില്ലല്ലോ. സുവിശേഷം പ്രഘോഷിച്ച് പ്രക്രിയയിൽ ചിലപ്പോൾ വിശുദ്ധരായി പോകുകയാണ്. വിശുദ്ധനായതിനു ശേഷം പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പത്രോസും പൗലോസും അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഒരു വിശുദ്ധനും അങ്ങനെയല്ല. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന പ്രക്രിയയിൽ ചിലപ്പോൾ അവൻ്റെ കൃപ കൊണ്ട് വിശുദ്ധി നമുക്ക് കിട്ടുകയാണ്. അതൊരു കൃപയാണ്, അല്ല നമ്മൾ നേടിയെടുക്കുന്നൊന്നുമല്ല. ചുരുക്കത്തിൽ നമ്മൾ പാപികളായിരിക്കെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, സത്യം പറയുന്നു, അതിനൊരു സത്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്നൊരു പോയിന്റ്, അതാണ് നമുക്ക് കരുത്ത് നൽകുന്നത്. ഈ രഹസ്യ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിളിലില്ലാത്ത അപ്രാമാണിക സുവിശേഷങ്ങൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ബിബ്ലിയയിൽ ഇപ്പം കോപ്പിയിൽ കിട്ടാനില്ല. അതിൻ്റെ കോപ്പി റിലീസ് ചെയ്യാനായിട്ട് ജെയിംസ് പഴയത്തിൽ പിതാവ് ഇരിങ്ങാലക്കുട ഉപതിന് മുമ്പത്തെ മെത്രാൻ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. അന്നൊരു 150 മേലെ ആളുകൾ അവിടെ ഈ പ്രോഗ്രാമിലുണ്ടായിരുന്നു. അവരുടെ മുമ്പാകെ വെച്ച് അന്ന് ജെയിംസ് പഴയത്തിൽ പിതാവ് പറഞ്ഞൊരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുക. പൊങ്ങച്ചാന്ന് വിചാരിക്കരുത്, എന്നെക്കുറിച്ച് പറഞ്ഞ വചനമാണ്, പക്ഷെ അത് അദ്ദേഹം പറഞ്ഞതാണ്. 150 പേരുടെ മുമ്പാകെ വെച്ചാണ് പറഞ്ഞത്. മാണിപ്പറമ്പലച്ചൻ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം മഹാസംരംഭങ്ങളാണ് അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സത്യമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. ഞങ്ങൾ പ്രതിരോധമൊക്കെ തീർക്കും, ഞങ്ങൾ എതിർക്കാൻ നോക്കും, പക്ഷെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ 17 കൊല്ലം കഴിഞ്ഞിട്ട്, അന്ന് എനിക്ക് പട്ടം കിട്ടിയിട്ട് 17 കൊല്ലം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 17 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹമായിരുന്നു ശരി, ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാൻ, ഞാൻ അതിശയോക്തി പറയല്ല. ആ വന്നിരുന്നവർ ഒരു നീണ്ടു നിൽക്കുന്ന കയ്യടി. കാരണം പിന്നെ അങ്ങനെ പരസ്യമായിട്ട് പറയാൻ അദ്ദേഹം എന്തുമാത്രം എളിമ അദ്ദേഹത്തിനുണ്ടായിരുന്നു നോക്കി. അത്രമാത്രം എളിമയുള്ള വിശുദ്ധനായ മെത്രാനായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, സത്യമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, നമുക്ക് ഉത്തമ മനസാക്ഷിയിൽ ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ധൈര്യം വരും. അത് നമ്മുടെ ധൈര്യമല്ല, സത്യം അതിൻ്റെ ഉള്ളിൽ തന്നെ ധൈര്യമുള്ള സംഗതി ആയതുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നത്. നിങ്ങൾക്കെന്നെ കൊല്ലുകയൊക്കെ ചെയ്യാം, പക്ഷെ സത്യത്തെ കൊല്ലാൻ കഴിയില്ല. എന്നെ നമുക്ക് കൊല്ലാം, പക്ഷെ സത്യത്തെ കൊല്ലാൻ കഴിയില്ല. ഈ സന്ദേശം ദുഃഖവെള്ളിയുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശമാണ്. ഞാൻ ആവർത്തിക്കുക, ഒരു സമവായത്തിന് ഈശോ ശ്രമിച്ചിരുന്നെങ്കിൽ യോസഫ് കയ്യഫാസുമായിട്ടും ഹെരോദോസുമായിട്ടും പീലാത്തോസുമായിട്ടും ഒരു പക്ഷേ യൂദാസുമായിട്ടും ഒരു സമവായത്തിന് ഈശോ മിശിഹ തയ്യാറായിരുന്നെങ്കിൽ ദുഃഖവെള്ളി ഉണ്ടാകുമായിരുന്നില്ല. മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും സമവായത്തിന് ശ്രമിക്കാതെ സത്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുക, അതാണ് ദുഃഖവെള്ളിയിൽ ചെയ്യേണ്ടത്. ഈ വിമത പക്ഷത്ത് പീലാത്തോസിനെയും ഹെരോദസിനെയും പക്ഷത്തും യോസഫ് കയ്യഫസിന്റെ പക്ഷത്തും ആ പക്ഷത്ത് നിലയുറപ്പിച്ചിട്ട് ഭദ്രാസന ദേവാലയത്തെ കത്തീഡ്രൽ ബസിലിക്കയെ ശ്മശാനമായി നിലനിർത്തുന്നത് ശരിയല്ല. അത് സത്യത്തിന്റെ രീതിയല്ല. മേജർ ആർച്ച് ബിഷപ്പ് ഒരു അല്പം മനസ്സ് വെച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഭദ്രാസന ദേവാലയമായ കത്തീഡ്രൽ ബസിലിക്കയിൽ ഈ പെസക ആഴ്ചയിൽ കർമ്മങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതൊരു തുടക്കമാകുമായിരുന്നു. ഇനി അവിടെ പ്രശ്നമുണ്ടാകാതിരിക്കാൻ എല്ലാ മാർഗങ്ങളും നമുക്ക് ചെയ്യാം. പ്രശ്നം ഉണ്ടായെന്ന് കരുതുക, അപ്പോഴല്ലേ ശരിക്കുള്ള ദുഃഖവെള്ളിയുടെ സന്ദേശം കൈമാറാൻ കഴിയുക. എന്തേ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഒളിച്ചോടുന്നത്? എന്തേ പ്രശ്നങ്ങൾ നേരിടാൻ മടിക്കുന്നത്? ഇനി നിങ്ങൾ ആരെങ്കിലും പറയാൻ പാടുണ്ടോ, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ മരിക്കേണ്ടി വന്നാലും മരിക്കണം എന്നൊക്കെ പറയാൻ? മിണ്ടിപ്പോകരുത്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. കാരണം നിങ്ങൾ ഒളിച്ചോടിയിരിക്കുകയാണ്. ഈ പീലാത്തോസുമായും ഹെരോദസുമായും യോസഫ് കയ്യഫാസുമായും സമവായം ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ദുഃഖവെള്ളിയില്ല, നിങ്ങൾക്ക് സമവായ വെള്ളിയേ ഉള്ളൂ. ഞങ്ങളതിൽ ഖേദിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നേതൃത്വം വേണ്ട എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇത് ദുഃഖവെള്ളി കർത്താവിലേക്ക് തിരിയാനുള്ള ദിവസമാണെങ്കിൽ ഇന്ന് നിങ്ങൾ കർത്താവിലേക്ക് തിരിയുക. എന്നിട്ട് സത്യത്തിൻ്റെ പക്ഷത്ത്, സഭയുടെ പക്ഷത്ത്, മാർപ്പാപ്പയുടെ പക്ഷത്ത്, മെത്രാൻ സെനറ്റ്, സീറോ മലബാർ സഭയുടെ മെത്രാൻ സെനറ്റിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഉയർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.